നമസ്കാരം. ഒരാളെ സഹായിക്കുന്നതിന് മുമ്പ് അതാരാണ്, എവിടെയാണ്, എങ്ങനെയാണ്, എപ്പോഴാണ്, എന്തിനാണ്, ഈ കാര്യങ്ങളൊക്കെ നോക്കി നമ്മൾ ഒരാളെ സഹായിച്ചില്ലെങ്കിൽ നിങ്ങളും ജയിലിൽ പോകാം. ഇപ്പം ഞാൻ പറയാൻ പോകുന്ന ഈ സംഭവം അതിൻ്റെ വലിയ ഉദാഹരണം. ഇത് നടന്നത് ഇവിടെ അമേരിക്കയിലാണ്. ഇത് നടന്നത് ഈ കഴിഞ്ഞ മാർച്ചിൽ. 57 വയസ്സുള്ള മഹേന്ദ്ര പട്ടേൽ എന്ന് പറഞ്ഞ ഇന്ത്യക്കാർ അമേരിക്കയിൽ ജോർജിയ എന്ന് പറഞ്ഞ സ്റ്റേറ്റിലെ അറ്റ്ലാന്റ എന്ന് പറഞ്ഞ സിറ്റിയിൽ ഒരു ദിവസം വാൾമാർട്ടിൽ ടൈനലോൾ എന്ന് പറഞ്ഞൊരു മെഡിസിൻ മേടിക്കാൻ പോയതാണ്. വാൾമാർട്ട് എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു സൂപ്പർ മാർക്കറ്റാണ്. അതായത് നമുക്ക് ചെരുപ്പ് മുതൽ തോക്ക് വരെ അവിടെ കിട്ടും. എല്ലാ സിറ്റിയിലും ഉണ്ട്. അപ്പോൾ അവിടെ ടൈനലോൾ എന്ന് പറഞ്ഞൊരു മെഡിസിൻ മേടിക്കാൻ പോവാം ഒരു വൈകുന്നേരം. അപ്പോൾ ഈ പട്ടേൽ വാൾമാർട്ടിൻ്റെ അകത്തോട്ട് വരുന്നു. ഈ മെഡിസിന് വേണ്ടി തപ്പി നടക്കുന്നു. എങ്ങും തപ്പിയിട്ട് കിട്ടുന്നില്ല. അതായത് ആ ഒരു പർട്ടിക്കുലർ മെഡിസിൻ കാണുന്നില്ല. അപ്പം അങ്ങനെ നിന്നപ്പോഴാണ് ഇത് ഒരു മൊബിലിറ്റി സ്കൂട്ടറിൽ 26 വയസ്സുള്ള കാരോലൈൻ മില്ലർ എന്ന് പറഞ്ഞൊരു പെണ്ണ് വരുന്നത്. ഈ മൊബിലിറ്റി സ്കൂട്ടർ എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഈ ഫോട്ടോയിൽ കാണാം. ഈ സ്കൂട്ടർ എല്ലാ സൂപ്പർ മാർക്കറ്റിലും ഇവിടെയുണ്ട്. അത് യൂസ് ചെയ്യുന്നത് സാധാരണ ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ആൾക്കാരോ അല്ലെങ്കിൽ നടക്കാൻ ബുദ്ധിമുട്ടുള്ള ആൾക്കാരോ പ്രായമായ ആൾക്കാരോ അവരാണ് കൂടുതൽ യൂസ് ചെയ്യുന്നത്. അവർക്ക് വേണ്ടിയാണിത്. നിങ്ങൾക്ക് ആ മുമ്പിൽ കാണുന്ന പോലെ അവിടെ മുമ്പിൽ ഒരു കാർട്ടുണ്ട്. നിങ്ങൾക്ക് സാധനം എടുത്ത് ഷോപ്പ് ചെയ്യുമ്പോൾ സാധനം എടുത്ത് അതിന് വെച്ചിട്ട് കാശ് കൊടുത്ത് ഇറങ്ങിപ്പോരാം. അപ്പോൾ അവർക്ക് നടക്കാതെ ഷോപ്പ് ചെയ്യാനുള്ള സാധനം. അപ്പോൾ ഈ പട്ടേൽ നോക്കിയപ്പം ഈ മെഡിസിൻ നോക്കി നടന്നപ്പം ഈ ഒരു പെണ്ണെ കണ്ടുമുട്ടുന്നു. അപ്പം 26 വയസ്സുള്ള കാരോലൈൻ മില്ലറും ഈ ഒരു മൊബിലിറ്റി സ്കൂട്ടർ ഓടിച്ചുകൊണ്ട് വരിക. അപ്പോൾ അവത്തേൽ പുള്ളിക്കാർ 2 പിള്ളേരുണ്ട്. 4 വയസ്സുള്ളൊരു പെണ്ണും 2 വയസ്സുള്ള ഒരാളും. അപ്പം കാരോലൈൻ മില്ലറോട് ചോദിക്കുന്നു, ഈ ടൈനലോൾ എവിടെയാണെന്ന് കാണിച്ചു തരാമെന്ന്. അപ്പം പുള്ളിക്കാരി കാണിച്ചു കൊടുത്തേ അവിടെ ഇരിപ്പുണ്ടായിരിക്കാം, അവിടെയാണ് മെഡിസിൻ സെക്ഷൻ നോക്കാൻ പറഞ്ഞു. അപ്പോൾ ഇത് കാണിക്കുന്ന സമയത്ത് ഈ അറിയാതെ ഈ മൊബിലിറ്റി സ്കൂട്ടർ മുമ്പോട്ട് പോയി. അപ്പം പെട്ടെന്ന് പട്ടേൽ നോക്കിയപ്പം ആൺകൊച്ച് പെട്ടെന്ന് കൈ സ്ലിപ്പായി പോകുന്നുണ്ട് തോന്നി. അപ്പം പുള്ളി എന്ത് ചെയ്തു, കൊച്ചിനെ പെട്ടെന്ന് എടുത്തിട്ട് മടിയിലോട്ട് വെച്ച് കൊടുത്തു. അത് കഴിഞ്ഞ് പുള്ളി മെഡിസിൻ അതായത് കാരോലൈൻ കാണിച്ച സ്ഥലത്തോട്ട് തപ്പാൻ പോയി. ഈ സമയത്ത് തന്നെ ഈ മൊബിലിറ്റി സ്കൂട്ടർ എന്ന് പറഞ്ഞാൽ നമുക്ക് മുമ്പോട്ടും പോകാം, റിവേഴ്സ് കൊടുക്കാം. അപ്പോൾ അറിയാതെ റിവേഴ്സ് എടുത്ത് ഇത് വന്ന് അവിടെ ഈ സാധനങ്ങളൊക്കെ സ്റ്റാക്ക് ചെയ്ത് വെച്ചേക്കുന്ന ഒരു കാർട്ടുണ്ട്. അതത്തെ വന്ന് ഇടിക്കുന്നുണ്ട്. അതത്തെ വന്ന് ഇടിച്ചപ്പം അതിൻ്റെ ഇപ്പുറത്ത് നിന്ന് വേറൊരു മനുഷ്യനും ഈ കാരോലിനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഈ ഇടിച്ച സമയത്ത് കാരോലിൻ്റെ മൂത്ത പെണ്ണ് ഈ മൊബിലിറ്റി സ്കൂട്ടറിൽ താഴെ പോയി ഈ അടുത്തിരിക്കുന്ന മനുഷ്യൻ ആ പെണ്ണെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം ഒരു സൈഡ് നടക്കുന്നു. ഇപ്പുറത്തെ സൈഡ് നമ്മുടെ പട്ടേൽ ടൈനലോട് തപ്പി നടക്കുക. എന്നിട്ടും കിട്ടിയില്ല. അത് കഴിഞ്ഞപ്പോൾ പട്ടേൽ അവിടെയുള്ളൊരു എംപ്ലോയിയോട് ചോദിച്ചു. എംപ്ലോയി കാണിച്ചു കൊടുത്ത് എടുത്തു കൊടുത്തു. പട്ടേൽ കാശ് കൊടുത്ത് പട്ടേലിൻ്റെ വീട്ടിൽ പോയി. ഇത് നടക്കുന്നത് മാർച്ച് 18-നാണ്. 3 ദിവസം കഴിഞ്ഞപ്പം പട്ടേലിനെ വീട്ടിൽ വന്ന് പോലീസുകാർ അറസ്റ്റ് ചെയ്തു. കേസ് എന്താണെന്നറിയോ? അതായത് കിഡ്നാപ്പിംഗ്. ഈ 26 വയസ്സുള്ള പെങ്കൊച്ച് അവരുടെ 2 വയസ്സുള്ള മകനെ പട്ടേൽ വാൾമാർട്ടിൻ്റെ അകത്ത്, അതായത് സൂപ്പർ മാർക്കറ്റിൻ്റെ അകത്ത് വെച്ച് കിഡ്നാപ്പ് ചെയ്യാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ് കേസ് കൊടുത്തു. പട്ടേൽ 45 ദിവസം ജയിലിൽ കിടന്നു. അവസാനം പട്ടേലിൻ്റെ വക്കീൽ ഒരു വീഡിയോ ക്ലിപ്പ് കാണിച്ച് അതിൻ്റെ ഒരൊറ്റ ബേസിലാണ് പട്ടേൽ ഇപ്പം ജാമ്യം ബോണ്ട് കിട്ടി പുറത്തു വന്നിരിക്കുന്നത്. അപ്പം നമുക്ക് ആദ്യമേ ആ വീഡിയോ കാണുന്നതിന് മുമ്പ് ഈ കാരോലൈൻ മില്ലർ കേസ് കൊടുത്തു കഴിഞ്ഞവന് ഇൻ്റർവ്യൂ കൊടുത്തപ്പം അപ്പം പറഞ്ഞൊരു കാര്യം, ഒരു വീഡിയോ നമുക്ക് കണ്ടുപോകാം. അതായത് നമ്മുടെ മഹേന്ദ്ര പട്ടേൽ എന്ന് പറഞ്ഞ ഇന്ത്യക്കാരൻ സ്വന്തം മകനെ തട്ടിക്കൊണ്ട് പോകാൻ ശ്രമിച്ചു എന്ന് പറയുന്ന ആ ഒരു വീഡിയോ നമുക്ക് കണ്ടുപോകാം. Someone tried to take you from mommy? Yeah. Nova, of course, wanted to ride the little motorized cart, so that's what we got on, and it actually ended up breaking down. That's when the man came up to me and asked, do you know where the Tylenol is? And I was like, oh, it's over there. And as soon as I did that, that's when he just picked him up out of my arm. പുള്ളിക്കാരി പറയുന്ന പോലെ ടൈനലോൾ എവിടെയാണെന്ന് കാണിച്ചു കൊടുത്തു. ഉടനെ പുള്ളി കൊച്ചിനെ തട്ടി എടുത്തു. അതായത് കൈ വലിച്ചൂരി എടുത്തുകൊണ്ട് ഓടാൻ ശ്രമിച്ചു എന്നാണ് പുള്ളിക്കാരി പറയുന്നത്. എനിവേ, ഇനി പട്ടേലിൻ്റെ വക്കീൽ ജഡ്ജിനെ കാണിച്ച് പട്ടേലിനെ പുറത്തിറക്കിയ ആ വീഡിയോ, അതായത് വാൾമാർട്ടിലെ സർവൈലൻസ് വീഡിയോ, അതെന്താണെന്ന് നമുക്ക് കണ്ടു നോക്കാം. അപ്പോൾ ഈ വീഡിയോയ്ക്കകത്ത് കാണാം പട്ടേൽ വാൾമാർട്ടിൻ്റെ അകത്തോട്ട് വരുന്നു. അകത്തോട്ട് വന്ന് മെഡിസിൻ ഇരിക്കുന്ന സെക്ഷനിലോട്ട് പോവുക. പോയി കുറച്ചു നേരം നോക്കിയിട്ടൊന്നും പട്ടേലിന് മെഡിസിൻ ഇരിക്കുന്ന, അതായത് ഈ ടൈനലോൾ ഇരിക്കുന്ന എവിടെയൊന്നും കാണുന്നില്ല. അപ്പോഴാണ് കാരോലൈൻ ആ മൊബിലിറ്റി സ്കൂട്ടറിൽ വരുന്നു. അപ്പോൾ ഇതിൻ്റെ അകത്ത് കാണാം ആ ചുമന്ന സർക്കിളിൻ്റെ അകത്ത്. കാരോലിനോട് ചോദിക്കുന്നു, ഈ ടൈനലോൾ എവിടെ ഇരിക്കുകയെന്ന് കാണിച്ചു തരാമെന്ന്. അപ്പം അവൾ കുറച്ച് മുമ്പോട്ട് വന്നിട്ട് അങ്ങോട്ട് ചൂണ്ടിക്കാണിക്കുന്നതായിട്ട് കാണാം നമുക്ക്. അവിടെ ഇരിക്കുമെന്ന് പറഞ്ഞുകൊണ്ട്. അപ്പോൾ പട്ടേലും കാണിക്കുന്നുണ്ടോ അവിടെ ആയിരിക്കും ഇരിക്കുന്നത് അല്ലേ? കാരണം ഈ മെഡിസിൻ കുറേ ഉണ്ട് അവിടെ. അപ്പോൾ അവിടെ ഒന്ന് പോയി നോക്കാൻ പറയുന്നു. ആ സമയത്ത് തന്നെ ഇപ്പം നോക്കാം.
പട്ടേൽ പെട്ടെന്ന് കൊച്ചിനെ പെട്ടെന്ന് പിടിക്കുന്നതായിട്ട് നമുക്ക് കാണാം. പട്ടേൽ അങ്ങോട്ട് തിരിഞ്ഞിരിക്കുന്നത് നമുക്ക് കറക്റ്റ് കാണത്തില്ല. എടുക്കുന്നു, എന്നിട്ട് മടിയിലോട്ട് വെച്ച് കൊടുക്കുന്നതാണ്. ഇപ്പോഴും കാരലിൻ ഒരു പാനിക്കും ഒന്നും കാണിക്കുന്നില്ല. പിന്നെയും ഇപ്പം നോക്കാം, കാരലിൻ പിന്നെയും ചൂണ്ടിക്കാണിക്കുന്നത് അവിടെ ഇരിക്കുന്നത്. ആ സമയത്താണ് ഞാൻ പറഞ്ഞ കാരലിൻ റിവേഴ്സ് ഇട്ട് അറിയാതെ അടുത്തുള്ള ഒരു കാർട്ടിൻ്റെ വന്ന് ഇടിക്കുന്നുണ്ട്. അപ്പോൾ കാണാം, അതാണ് അടുത്തിരിക്കുന്ന മനുഷ്യൻ. അവിടെ വന്ന് ഇടിക്കുന്നു. അപ്പോൾ ഒരു കൊച്ചിനെ നമുക്ക് കാണാം, ആൺകൊച്ച് കയ്യിരിപ്പുണ്ട്. ഈ കൊച്ചിനെ തട്ടിക്കൊണ്ട് പോകാൻ ശ്രമിച്ചെന്ന് പറയുന്നത്. ഈ സമയത്ത് തന്നെ നോക്കിയോ, കാലിന് രണ്ടാമത്തെ കൊച്ച്, 4 വയസ്സുള്ള പെങ്കൊച്ച് കാട്ടയം താഴോട്ട് വീഴുന്നതാണ്. അപ്പം ഈ അടുത്ത് നിൽക്കുന്ന പക്ഷേ ആ മനുഷ്യനും കാരലിനെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. ആ സമയത്ത് വലത്തെ സൈഡിൽ നോക്കിയ പട്ടേൽ അവിടെയും പിന്നെ തപ്പി കിടക്കുന്നു. മെഡിസിൻ ഇപ്പോഴും കിട്ടിയിട്ടില്ല. പട്ടേൽ ആ പെണ്ണിനെ ഹെൽപ്പ് ചെയ്ത് ചെറുക്കനോട് ചോദിക്കുന്നുണ്ട്, ഈ മെഡിസിൻ എവിടെ ഇരിക്കും എന്ന് കാണിച്ചു തരാമെന്ന്. എന്നിട്ട് പട്ടേലിൻ്റെ വഴിക്കും ഇപ്പോഴും കാരലിന് മുമ്പിൽ കൂടെ തന്നെയാണ് പട്ടേൽ നടന്നു പോകുന്നത്. ഈ സംഭവങ്ങളൊക്കെ നടക്കുമ്പോഴും കാരലിന് ഒച്ചയും വെക്കുന്നില്ല, ഒന്നും വെക്കുന്നില്ല. പട്ടേലിനെ പിന്നെയും കാണുന്നുണ്ട്. ഒരു കിഡ്നാപ്പ് ചെയ്യാൻ ശ്രമിച്ചൊരു വ്യക്തിയാണെങ്കിൽ പിന്നെ അവിടെ നടക്കത്തില്ലല്ലോ. എനിവേ, ഇപ്പോൾ ഒരു എംപ്ലോയിനെ തപ്പിയെടുത്തു. എംപ്ലോയിയാണ് പിന്നെ മെഡിസിൻ ഇരിക്കുന്ന സ്ഥലത്ത് കൊണ്ടുപോയി മെഡിസിൻ്റെ അടുത്ത് കൊടുത്ത് കൂട്ടുന്നത്. അപ്പോൾ പട്ടേൽ തിരിച്ചു വരുന്ന സമയത്ത് കാരലിനെ പിന്നെയും കാണുന്നുണ്ട്. അപ്പോൾ കാരലിനോട് പറഞ്ഞ് എനിക്ക് മെഡിസിൻ കിട്ടിയെന്ന് പറയുന്ന ഒരു പാക. അപ്പോൾ കാരലിൻ തംസപ്പം കൊടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് പട്ടേൽ അവിടെ അതിൻ്റെ പേയ്മെൻറ്റ് നടത്തിയിട്ട് ഇറങ്ങിപ്പോവുക. ഇറങ്ങിപ്പോകുന്ന വഴി അവിടെ ഒരു എംപ്ലോയിയോട് ഒരു 33 സെക്കൻഡ് സംസാരിച്ചിട്ടാണ് പോകുന്നത്. അപ്പോൾ ഈ ഒരൊറ്റ വീഡിയോയുടെ ബേസിലാണ് പട്ടേലിന് ഇപ്പം ജാമ്യം കിട്ടിയിരിക്കുന്നത്. അതാ ഞാൻ പറഞ്ഞ പുള്ളി ശരിക്കും ഈ പട്ടേൽ എന്ന് പറഞ്ഞ വ്യക്തി ശരിക്കും ഈ പെണ്ണിനെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പോയതാണ്. പക്ഷേ അത് തിരിഞ്ഞടിച്ചു. ഈ ഒരൊറ്റ വീഡിയോ, അതായത് ഈ ഒരു സൽവേറസ് വീഡിയോ ഇല്ലായിരുന്നെങ്കിൽ പട്ടേൽ ഒരിക്കലും പുറത്തു വരത്തില്ലായിരുന്നു. അപ്പം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമ്മൾ ആരെ എവിടെ വെച്ച് എങ്ങനെയാണ് എപ്പോഴാണ് എന്തിനാണ് ഹെൽപ്പ് ചെയ്യുന്നത് നമ്മളെല്ലാം ഒന്നുകൂടി ചിന്തിച്ചിട്ടേ ചെയ്യാവുള്ളൂ. ഓക്കെ, നല്ലൊരു പാഠമാകട്ടെ നമുക്കെല്ലാം. താങ്ക് യു.